Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Then കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് 1 ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മൾ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, പോയിന്റ്സുകൾ നമ്മൾ PPA കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ വരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത്? ആണോ? വായിക്കുന്നുണ്ടോ? ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മെഡിക്കൽ എക്സാമിനേഷൻ ഇൻ OPD. OPDയിൽ നമ്മൾ മെഡിക്കൽ പേഷ്യൻസിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. A detailed social and medical history of patient is taken by a physician and recorded. ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി, അതായത് മെഡിക്കൽ പരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ഫിസിഷ്യൻ അത് റെക്കോർഡ് ചെയ്യുന്നു. റെക്കോർഡിൽ അത് രേഖപ്പെടുത്തുന്നു. എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്? പേഷ്യൻസ് ടെമ്പറേച്ചർ, BP, പൾസ്, റെസിപ്പിറേഷൻ എക്സെട്ര ആർ റെക്കോർഡഡ്. റെസ്പിറേഷൻ അറിയാലോ, ശ്വസന നിരക്ക് എത്രത്തോളം ഉണ്ട്, നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, അതുപോലെ പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, BP, പൾസ് ഇവയൊക്കെ എന്ത് ചെയ്യും? ഇവയൊക്കെ മീൻസ് അത് പരിശോധിച്ചതിന് ശേഷം അത് ഫിസിഷ്യനാണ് ഇതെല്ലാം പരിശോധിച്ചത് റെക്കോർഡിൽ രേഖപ്പെടുത്തുന്നു. Then the necessary investigation such as X-ray, lab test is done to diagnose these disease and prescribe treatment. അല്ലെ, ഇപ്പൊ രോഗങ്ങൾ കണ്ടെത്താനും, ഡിസീസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അസുഖം അല്ലെ, അല്ലെങ്കിൽ ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ രോഗനിർണയം. രോഗങ്ങൾ കണ്ടെത്താനും എന്താണ് അസുഖം കണ്ടെത്താനും അതിനുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് ആവശ്യമുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റുകൾ നടത്തുന്നത്. എക്സ്റേ, അതുപോലെ ലാബ് ടെസ്റ്റ്. ഇപ്പൊ നമുക്ക് എക്സ്റേ എടുത്താൽ അറിയാൻ പറ്റുള്ളൂ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അപ്പൊ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റും അങ്ങനെ ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് രോഗം എന്താണെന്ന് ഡോക്ടർക്ക് തിരിച്ചറിയാനും പറ്റുന്നത്. അതോടൊപ്പം തന്നെ എന്താ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ. മൂന്നാമതായിട്ട് പറയുന്നത് those who are admitted to hospital for further investigation and treatment to concerned ward on the advice of the treating doctor. ഇനി ഇപ്പൊ ചില പേഷ്യൻസിന് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ആ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒത്തിരി ടെസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ ഈ ടെസ്റ്റുകൾ ചെയ്തിട്ട് പോരാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? ഡോക്ടർ അഡ്മിറ്റ് ആയിട്ട് ഒരു ദിവസം 2 ദിവസം അഡ്മിറ്റ് ആയിട്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യുന്നു. The ward is designated by the staff at the admission desk and entered in the case sheet. ഇനി നമ്മൾ ഏത് റൂമിലേക്കാണോ അല്ലെങ്കിൽ ഏത് വാർഡിലേക്കാണോ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നത് തീരുമാനിക്കുന്നത് അഡ്മിഷൻ ഡെസ്കിലെ ഒരു സ്റ്റാഫാണ്. പിന്നെ വാർഡ് അല്ലെങ്കിൽ ആ വാർഡിലെ എത്രാമത്തെ നമ്പർ ബെഡ് എന്നൊക്കെ നമുക്ക് അലൗട്ട് ചെയ്ത് തരുന്നത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് ആയിരിക്കും. ദെൻ അവരത് കേസ് ഷീറ്റിൽ പേഷ്യന്റിന്റെ കേസ് ഷീറ്റിലും രേഖപ്പെടുത്തുന്നു. ഓക്കെ, ജസ്റ്റ് ഒരു മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളത്. അതിൽ വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടൊന്നും പറയുന്നില്ല, മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം OPD നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. പ്രത്യേകിച്ച് അണ്ടർലൈൻ ഒന്നും ചെയ്യാനില്ല. എന്തൊക്കെയാണ് അവിടെ നമ്മുടെ OPDയിൽ എക്സാമിനേഷൻ ചെയ്യുന്നത്, നിരീക്ഷിക്കുന്നത്. പേഷ്യന്റിന്റെ ടെമ്പറേച്ചറും BP, പൾസ് ഒക്കെ നോക്കുന്നു. ഡോക്ടർ നോക്കിയിട്ട് എന്ത് ചെയ്യും? അത് റെക്കോർഡിൽ രേഖപ്പെടുത്തും. ഇനി നമ്മൾ അസുഖം കണ്ടെത്താനും ട്രീറ്റ്മെന്റ്സിനും വേണ്ടിയിട്ട് എക്സ്റേ, ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്യിപ്പിക്കുന്നു. ദെൻ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാർഡിൽ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു. ഏത് വാർഡിലേക്കാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് അഡ്മിഷൻ ഡെസ്കിലെ സ്റ്റാഫ് ആയിരിക്കും. ഇത്രയാണ് അവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മനസ്സിലാക്കി വായിക്കാം കേട്ടോ. അത് ബൈഹാർട്ട് ചെയ്യാനൊന്നും ഇല്ല, മനസ്സിലാക്കി വായിച്ചു പോകാനുള്ളൂ.
കംപ്ലീറ്റ് ചെയ്തോ? 3 പോയിന്റ്സ് വായിച്ചുള്ള അവരും ക്ലിയർ ആണോ? വായിച്ചിട്ട് ഓക്കെ ആണോ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, എളുപ്പത്തിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. നമ്മൾ പേഷ്യന്റിനെ OPD നിന്നും IPD യിലേക്കുള്ള ആ ഒരു ട്രാൻസ്പോർട്ട്, അതായത് പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ OPD ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അഡ്മിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 5 ദിവസം ഇഞ്ചക്ഷൻ എഴുതിയിട്ടുണ്ട്, 5 ഡേയ്സോ അല്ലെങ്കിൽ ഒരു 7 ഡേയ്സോ അഡ്മിറ്റ് ആക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യന്റിനെ OPD യിൽ നിന്നും IPD യിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, അതായത് വാർഡിലേക്കോ റൂമിലോട്ടോ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്, ആ ഒരു സെക്ഷനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. Clients who are not very ill and are able to walk are accompanied to ward by nurse or attendant. അതായത് ക്ലയൻസ് who are not very ill, അതായത് വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് തനിയെ നടന്ന് ആ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ പോകാം. അല്ലെങ്കിൽ work are accompanied to ward by nurse or attendant, ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു അറ്റൻഡറോ കൂടെ പോയാൽ മതി. വേറെ ആൾക്ക് കുഴപ്പമൊന്നുമില്ല, തനിയെ നടന്നു പോകാൻ പറ്റുന്ന പേഷ്യന്റ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരുടെ കൂടെ നേഴ്സോ ഓർ അറ്റൻഡന്റ് ഒന്ന് കൂടെ ചെല്ലാം. ഇന്ന വാർഡാണ്, വാർഡിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ റൂം നമ്പർ ഇത്രയാണ്, ആ റൂം നമ്പറിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, ഒന്ന് കൂടെ പോകാം. രണ്ടാമതായിട്ട് പറയുന്നത് വീൽ ചെയർസ് ഷുഡ് ബി അവൈലബിൾ ഫോർ ദോസ് ഹു ആർ ടു സിക്ക് ബി നോട്ട് ഏബിൾ ടു വാക്ക്. ഇനി ഇപ്പോ ടു സിക്ക് അല്ല, ഭയങ്കര അസുഖമായിട്ടുള്ളവരും ഭയങ്കര ടയർഡ് ആയിട്ടുള്ള ആളുകളും നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് നമ്മൾ വീൽ ചെയർസ് അവൈലബിൾ ആണെന്ന് വീൽ ചെയർ കൊടുക്കുക. വീൽ ചെയറിൽ അവരെ ആ ഒരു റൂമിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ ഏത് വാർഡിലേക്കാണോ ആ വാർഡിലേക്ക് അവരെ നമ്മൾ എത്തിച്ചു കൊടുക്കുക. അറ്റൻഡറോ അല്ലെങ്കിൽ നേഴ്സോ ഒന്ന് വീൽ ചെയറിൽ കൊണ്ടുവന്നാക്കി കൊടുക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് clients who are brought to hospital on ambulance should be carried to their respective wards or structures. ഇനി ചില പേഷ്യൻസ് പെട്ടെന്ന് ഇപ്പോ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ആംബുലൻസിൽ വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെ നമ്മൾ ക്യാരി ചെയ്യേണ്ടത് സ്ട്രക്ചറിൽ ആ റെസ്പെക്റ്റീവ് വാർഡ് ഏതാണോ അല്ലെങ്കിൽ റൂം ഏതാണോ സ്ട്രക്ചറിൽ തന്നെ വേണം റൂമിലേക്കും വാർഡിലേക്കും കൊണ്ടുപോകുക. ഓക്കെ, ക്ലിയർ ആണോ? 3 കാര്യങ്ങള് എങ്ങനെയൊക്കെയാണ് ഒരു ക്ലയന്റിനെ OPD യിൽ നിന്നും IPD യിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാൻ ശ്രദ്ധിക്കാട്ടോ, എളുപ്പമാണ്. നോക്കാം. ഫസ്റ്റ് വൺ പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ നോട്ട് വെരി ഇൽ അല്ലെ, ഏബിൾ ടു വാക്ക്, അവർ അത്യാവശ്യം അവർക്ക് നടക്കാൻ പറ്റും. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആ പേഷ്യന്റിന് തനിയെ പോകാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരു നേഴ്സോ ഒരു അറ്റൻഡന്റോ കൂടെ പോകുന്നു. സെക്കൻഡ് വൺ പറഞ്ഞത് those who are to sick be not able to walk, അല്ലെ, നടക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. ദെൻ വളരെ ടയർഡ് ആയിട്ടുള്ളവരും ഭയങ്കര അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് നമുക്ക് വീൽ ചെയർ കൊടുക്കാം. വീൽ ചെയറിൽ എന്ത് ചെയ്യാം, അവരെ നമ്മൾ റൂമിലേക്കോ വാർഡിലേക്കോ എത്തിച്ചു കൊടുക്കുക. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിലാണ് വരുന്നതെങ്കിൽ അവിടെ ആംബുലൻസിൽ നിന്നും സ്ട്രക്ചറിൽ ആയിരിക്കണം നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു ഏത് റൂമിലാണോ അല്ലെങ്കിൽ ഏത് വാർഡിലേക്കാണോ അവിടേക്ക് നമ്മൾ സ്ട്രക്ചറിലായിരിക്കണം പേഷ്യൻസിനെ കൊണ്ടുവരേണ്ടത്. ക്ലിയർ ആണോ? 3 പോയിന്റ് ഓക്കെയാണോ? റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ, ക്ലാസ്സിൽ ആരും ഇല്ല, ചോദിക്കുന്നതിന് ഒരു റെസ്പോൺസും ഇല്ല. എല്ലാവരും ഉറങ്ങിയാണോ? ഉച്ച സമയമാണ്, അത്യാവശ്യം നല്ല മഴയും അല്ലെ, ഉറങ്ങാൻ പറ്റിയൊരു അന്തരീക്ഷമൊക്കെയാണ്, അതുകൊണ്ടാണോ? റെസ്പോൺസ് ചെയ്യാട്ടോ. നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ റെസ്പോൺസ് ചെയ്യാം. ഞാൻ ഓരോ സെക്ഷൻ കഴിയുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കൂടി വായിപ്പിക്കുന്നത് അല്ലെ. എനിക്ക് ഒറ്റയടിക്ക് എടുത്ത് പോകാം, പക്ഷെ ഓരോ പോയിന്റ്സ് ഞാൻ ഓരോ സെക്ഷൻ എടുത്തിട്ട് അത് വായിച്ചിട്ട് ക്ലിയർ ആണോ ഓക്കെ ആണോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളത് കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിനൊരു റിപ്ലൈ ഒക്കെ തരാം കേട്ടോ ഇടയ്ക്ക്. ഓക്കെ, ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കാം കേട്ടോ. ഉച്ച സമയമൊക്കെയാണ്, അപ്പൊ ഉറങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഓൺലൈൻ ക്ലാസ് ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒന്ന് റെസ്പോൺസ് ചെയ്യാം. നിങ്ങൾ റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? ഇതിലേക്ക് ഞാൻ നിൽക്കുന്നത് മനസ്സിലാവണില്ല, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നില്ല, ഇതിൽ രണ്ടെങ്കിലും ഏതെങ്കിലും അല്ലേ ചിന്തിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി റെസ്പോണ്ട് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഹരിത ക്ലിയർ ആയില്ല. ഇനി എവിടെ ഏത് പോയിന്റാ ക്ലിയർ ആവാഞ്ഞത്? റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു തരാം, ശ്രദ്ധിക്കാം കേട്ടോ.
ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. അതായത് ഒരു OPD ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമ്മൾ ഡോക്ടറെ കണ്ടു, ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നതാണ്, 5 ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്തു. സോ നമ്മൾ അവിടുന്ന് നമ്മളോട് നേഴ്സ് കാണിച്ചു തരും അല്ലെ, ഇന്ന വാർഡാണ് അല്ലെങ്കിൽ ഏത് റൂമാണ് എന്നുള്ളത്. നമുക്ക് തനിയെ നടന്നൊക്കെ പോകാൻ പറ്റുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, അവരൊന്ന് കൂടെ വരും അല്ലെ, നേഴ്സോ അല്ലെങ്കിൽ അറ്റൻഡറോ കൂടെ വന്നിട്ട് നമുക്ക് ആ വാർഡ് കാണിച്ചു തരും. റൂമാണെങ്കിൽ ആ റൂം നമുക്ക് കാണിച്ചു തരുന്നു. ഓക്കെ. ഇത് രണ്ടാമത് പറയുന്നത്, ഇപ്പോ ഒട്ടും ടയേർഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്, നടക്കാൻ തീരെ വയ്യ, അല്ലെങ്കിൽ കാലിനൊക്കെ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റിയ പേഷ്യൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഒട്ടും നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ സ്ട്രക്ചറിലാണ് അവരെ കൊണ്ട് ആ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമിലേക്കോ കൊണ്ടുപോകുന്നത്. മൂന്നാമതായിട്ട് പറഞ്ഞത്, പേഷ്യൻസ് ആംബുലൻസിലാണ് വരുന്നതെങ്കിൽ ആംബുലൻസിൽ വരുന്ന പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചറിലായിരിക്കണം റൂമിലേക്കോ വാർഡിലേക്കോ കൊണ്ടുപോകുക. ഈ 3 കാര്യങ്ങളാണ് അവിടെ പഠിച്ചത് OPD ടു IPD. ക്ലിയർ ആണോ? ഹരിത ക്ലിയർ ആയോ? ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ട്രാൻസ്പോർട്ടിംഗ് ക്ലൈന്റ് ഫ്രം OPD ടു IPD ഒന്ന് വായിച്ചു നോക്കുക. വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വായിക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ അത് ക്ലിയർ ആവില്ല, അതുകൊണ്ട് മനസ്സിലാക്കിയത് വായിക്കാം. ഇത് ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കംപ്ലീറ്റ്, അത് ഞാൻ പറയാൻ പോയി നോക്കാം. റിസീവ് ദ പേഷ്യന്റ് ബൈ വാർഡ് സിസ്റ്റർ. നമ്മൾ വാർഡിലേക്ക് ചെല്ലുമ്പോൾ ആ വാർഡ് സിസ്റ്റർ ആണ് നമ്മളെ സ്വീകരിക്കുന്നത്. അതായത് നമ്മളിപ്പോ പേഷ്യന്റ് അവിടെ വാർഡിലോട്ട് അഡ്മിറ്റ് ആവാൻ ചെല്ലുമ്പോൾ ആ വാർഡ് സിസ്റ്റർ ആണ് നമ്മളെ വന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ വാർഡിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ക്ലിയർ ആണോ? 3 പോയിന്റ്. നെക്സ്റ്റ് വൺ നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരു നേഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ പറയുന്നത്, പ്രിപ്പയർ റൂം. റൂം പ്രിപ്പയർ ചെയ്യാം, പേഷ്യൻസിന് വേണ്ട റൂം പ്രിപ്പയർ ചെയ്യാം. ഇനി പ്രിപ്പയർ റൂമില് എന്തെല്ലാം കാര്യങ്ങളാണ് നേഴ്സ് ചെയ്യേണ്ടത്? Prepare a clean and neat admission room with all the necessary items according to the needs of the patient. അല്ലെ, പേഷ്യന്റിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളുന്ന വൃത്തിയുള്ളതും ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ റൂം, വൃത്തിയുള്ളതും വൃത്തിയുള്ളൊരു റൂമിന് തയ്യാറാക്കാണ്. അതായത് പേഷ്യൻസിന് ആവശ്യമുള്ളതും, ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ കിടക്കാൻ അഡ്മിറ്റ് ആകുമ്പോൾ റൂമൊക്കെ അത്യാവശ്യം നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും, നമുക്ക് എന്താ പറയാ നീറ്റ്നെസ് ഇല്ല എന്നുള്ള കാര്യം നമ്മൾ അവരെ അറിയിക്കും. സോ ഫസ്റ്റ് റൂം പ്രിപ്പയർ ചെയ്യേണ്ടത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. റൂമൊക്കെ ക്ലീൻ ആണോ എന്നൊക്കെ നോക്കുക. രണ്ടാമതായിട്ട് പറയുന്നത്, prepare an appropriate type of bed with adequate adjusted height of the bed. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില പേഷ്യൻസിന് തല കുറച്ച് പൊക്കി വെച്ച് കിടക്കണമായിരിക്കും. ഇപ്പൊ ആസ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ തല കുറച്ച് ഹൈറ്റ്, അപ്പൊ നമ്മൾ ബെഡ് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുന്ന തരത്തിലുള്ള ബെഡ് ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ ഫുഡ് കഴിക്കാനും അവർക്ക് ഫുഡ് കൊടുക്കാനും മറ്റും സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കംഫോർട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് ബെഡ് അഡ്ജസ്റ്റ് ചെയ്യും. ഇവിടെ പറയുന്നത് പ്രിപ്പയർ ആൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ്. ഏത് ടൈപ്പുള്ള പേഷ്യൻസ് ആണോ അവർക്ക് അനുസൃതമായിട്ടുള്ള അവർക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഹൈറ്റിനനുസരിച്ച് ബെഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇത് 2 കാര്യങ്ങളാണ് റൂം പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നേഴ്സ് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറഞ്ഞത്, പേഷ്യന്റിന് ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും റൂമിൽ ഉണ്ടായിരിക്കുക.
റൂം എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കണം. രണ്ടാമതായിട്ട് പറയുന്നത് പേഷ്യൻസിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബെഡിന്റെ ആ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പ്രസന്റേഷൻ ഓക്കെ അങ്ങനെയായിരുന്നു. അഡ്ജസ്റ്റബിൾ ആണ്. കാരണം ചില പേഷ്യൻസിന് അങ്ങനെയായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ കിടക്കാനൊക്കെ ഡോക്ടർ പറയും തല ബെഡ് ഹൈറ്റ് കുത്തി വെക്കാൻ പറയും. അപ്പൊ ഓരോ പേഷ്യന്റിന് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയും രണ്ട് കാര്യങ്ങളാണ് പ്രിപ്പയർ റൂമിൽ വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഐഡന്റിഫൈ സെൽഫ്. ഇനി ഐഡന്റിഫൈ സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം അവർ തന്നെ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാം. വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് കസിൻ അല്ല ഹരിത മീൻസ് ബെഡ് കണ്ടിട്ടുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഐഡന്റിഫൈ സെൽഫിൽ പറയുന്നത് വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. എന്ത് വാം അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഊഷ്മളമായിട്ടുള്ള അല്ലെ, അതായത് ഒരു പുതിയൊരാൾ അഡ്മിറ്റ് ആവാൻ വരികയാണ്. അപ്പൊ ഒരു പുതിയ പേഷ്യന്റ് ആ വാർഡിലേക്ക് വരുമ്പോൾ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു വെൽക്കം ചെയ്യാന്ന്, ഒരു വാം അപ്രോച്ച്. അതായത് അത്യാവശ്യം ഒരു പുഞ്ചിരിച്ച് നല്ലൊരു സമീപനമായിരിക്കണം എന്ന് ആ പേഷ്യന്റിനോടും പേഷ്യന്റിന്റെ ഫാമിലിനോടും. ഫാമിലി എന്ന് പറഞ്ഞാല് അടുത്ത് അഡ്മിറ്റ് ആയ ആള്. ഓക്കെ, അതായത് ബെഡ് കൊണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ സെൽഫിൽ ഫസ്റ്റ് പറഞ്ഞത് പേഷ്യന്റിനും പേഷ്യന്റിന്റെ ഫാമിലിയും നല്ലൊരു വാം അപ്രോച്ച് ആയിരിക്കണം, ഒരു ഊഷ്മളമായിട്ടുള്ള രീതിയിൽ. അത് എന്താ പറയാ, ഒരു പുഞ്ചിരിയോടുകൂടി തന്നെ വേണം അവർ സ്വീകരിക്കാൻ ആ ഹോസ്പിറ്റൽ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യാൻ വരുമ്പോൾ. Then make the patient comfortable in bed and provide him with the hospital clothes and ensure adequate privacy. Then രണ്ടാമത് പറയുന്നത് പേഷ്യന്റ് കംഫോർട്ടബിൾ ആണോ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ബെഡും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തത് അപ്രോപ്രിയേറ്റ് ആണോ. ദെൻ ക്ലോത്ത്സ്, ഹോസ്പിറ്റൽ ക്ലോത്തുകളൊക്കെ കൊടുക്കില്ലേ, എന്തൊക്കെയാ ഹോസ്പിറ്റൽ ക്ലോത്ത്, പില്ലോ കവറും ബെഡ്ഷീറ്റും ഇതെല്ലാം അവർക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. ഓക്കെ, ദെൻ adequate privacy, അവർക്ക് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പ്രൈവസി ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില പേഷ്യന്റ് നമ്മൾ വാർഡിൽ കിടക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കാനും മറ്റൊക്കെ വരുമ്പോൾ ചെറിയ കട്ടൻ പോലെയൊക്കെ ഇടും, സ്ക്രീൻ പോലത്തെ കട്ടൻ ഇടാറുണ്ട്. ആണല്ലേ ഹോസ്പിറ്റലില് വാർഡിലൊക്കെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോ ഡോക്ടർ നോക്കാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെ നമ്മൾക്ക് തരാനായിട്ട് വരുമ്പോഴും മറ്റും പേഷ്യന്റിന്റെ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് സ്ക്രീൻ ഇടും. അപ്പുറത്തിടക്കുന്ന പേഷ്യന്റ് കാണുകയെ അല്ലെങ്കിൽ അല്ലെ, അപ്പൊ അപ്പുറത്തൊക്കെ പേഷ്യൻസ് ഉണ്ടാകും. സോ ഡോക്ടർ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്ക്രീൻ കത്തൊക്കെ ഇടും. സോ പ്രൈവസി ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ദെൻ ലെസൺ ആൻസൈറ്റി ഓർ ഫിയർ അല്ലെ, അതായത് എന്താണ് പേഷ്യന്റിന്റെ ഒരു ഭയം കുറയ്ക്കുകയാണ്, പേഷ്യന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാണ്. ചില പേഷ്യൻസിന് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ കുട്ടികളൊക്കെ ആണെങ്കിലും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കുക, അവർക്കൊന്ന് ഒരു അസിസ്റ്റ് പോലെ മീൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന്, അവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെയാണ്, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല, പേടിപ്പിക്കാതെ അവരൊന്ന് അവരുടെ ഉള്ളിലുള്ള ഭയത്തെ ഒന്ന് കുറയ്ക്കുകയാണ്. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോഴേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുമല്ലോ. അതായത് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ചില നഴ്സുമാരുടെ നല്ലൊരു സർവീസ് ആയിരിക്കും അല്ലെ, വളരെ നമുക്ക് ഭയങ്കര എന്താ പറയാ, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നല്ലൊരു അനുഭവം ഉണ്ടാവും. ശരിക്കും നമ്മുടെ റിലേറ്റീവ്സ് അല്ല, കസിൻസ് അല്ല, ആരുമല്ല എങ്കിൽ പോലും നമ്മൾക്ക് ശരിക്കും കുറച്ച് ദിവസം അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ നമ്മളോട് അവര് കൂടുതലായിട്ട് ഇടപെടുകയാണ് അല്ലെ. അതായത് നമുക്ക് മെഡിസിൻ തരുന്നു, കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് തരുന്നു, നമ്മുടെ വിവരങ്ങളൊക്കെ ഇടയ്ക്ക് തിരക്കുന്നു. അപ്പൊ ചിലവർക്ക് ഒരു എന്താ പറയാ, ഒരു ഫ്രണ്ട്ലി നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു കസിനോ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ എന്ന പോലെയുള്ള ഒരു സേവനങ്ങൾ ആർക്കും നൽകുന്നത് ഇല്ലേ. ചില നഴ്സുമാര്, എല്ലാവരും നല്ലിട്ട് ഞാൻ പറഞ്ഞത്, അല്ലാത്ത നഴ്സുമാരും ഉണ്ട് എങ്കിലും അങ്ങനെയുള്ള നഴ്സുമാരൊക്കെ ഉണ്ടാവും. നമുക്കൊരു സപ്പോർട്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലേ. അനുഭവം ഉണ്ട് അങ്ങനെ, റീജയ്ക്ക് ഉണ്ട് അനുഭവം, നല്ല നഴ്സുമാരുടെ സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട്, അനുവിനുമുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കുണ്ട്. ഓക്കെ, ഡെലിവറി ടൈമിൽ അല്ലെ. അപ്പൊ ഡെലിവറി ടൈം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും എന്താ പറയാ, ഒരു സപ്പോർട്ട് കിട്ടേണ്ട ഒരു ടൈമാണ് അത് അല്ലെ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പെയിനൊക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനൊരു നഴ്സുമാരുടെ സപ്പോർട്ട് കൂടി ആകുമ്പോൾ നമുക്ക് എന്താ പറയാ, ആദ്യ ആശ്വാസം കിട്ടി എന്ന് പറയും അല്ലെ. സോ ലെസൺ ആൻസൈറ്റി, ആ ഭയം കുറയ്ക്കുക. ഓക്കെ, ഫസ്റ്റ് രണ്ട് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പോയിന്റ് പറയാം. പ്രിപ്പയർ റൂമും ഐഡന്റിഫൈ സെൽഫ്. ഓക്കെ, വായിച്ചു നോക്കാം.
വായിക്കുമ്പോ മനസ്സിലാക്കി വായിക്കണം. വെറുതെ ഓടിച്ചിട്ട് വായിച്ചിട്ട് ഒരു കാര്യമില്ല, മനസ്സിലാക്കി വായിക്കണം. രണ്ടാമത്തെ എന്തായിരുന്നു? ഐഡന്റിഫൈ സെൽഫിലാണോ ചോദിച്ചത്? ഐഡന്റിഫൈ സെൽഫിൽ പറയുന്നത് പേഷ്യന്റിനെയും പേഷ്യന്റിന്റെ ഫാമിലിയെയും നല്ല രീതിയിൽ ഒരു വാം അപ്രോച്ച്, ഒരു ഊഷ്മളമായ രീതിയിൽ അവരെ വെൽക്കം ചെയ്യാം. ദെൻ രണ്ടാമത് പറഞ്ഞത് പേഷ്യന്റ് കംഫോർട്ടബിൾ ആണോ, ബെഡ് ഓക്കെ ആണോ, ദെൻ പേഷ്യന്റിന് കൊടുത്തിരിക്കുന്ന ക്ലോത്ത്സ് ഒക്കെ ഓക്കെ ആണോ, ദെൻ അവർക്കുള്ള പ്രൈവസി ഒക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക, ശരിയായിട്ടുള്ള രീതിയിൽ അവർക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ദെൻ ലെസൺ ആൻസൈറ്റി ആൻഡ് ഫിയർ, അവർക്ക് ആ ഒരു ഭയം കുറയ്ക്കുക, സപ്പോർട്ട് ചെയ്യാതെ. പ്ലസന്റ് മീൻസ് കുറയ്ക്കുക, പേടി കുറയ്ക്കുകയാണ്. അവരുടെ പേടി കുറയ്ക്കണ എങ്ങനെയാണ്? അവർക്കൊന്ന് സപ്പോർട്ടായിട്ട് നിൽക്കാന്ന്, അവരെ ഹെൽപ്പ് ചെയ്യുകയെന്ന്. നമ്മൾ ഓക്കെ ആണ്, കുഴപ്പമില്ല, റെഡി ആയിക്കോളും എന്നൊക്കെ പറയാൻ നമ്മളൊരു സാന്ത്വനമൊക്കെ പറയില്ലേ? അപർണ, മഴയുണ്ട്. ഓക്കെ, റേഞ്ചിന്റെ പ്രശ്നമുണ്ട് അല്ലെ? എല്ലായിടത്തും മഴയുണ്ടെന്ന് തോന്നണം അല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും എല്ലാ സ്ഥലങ്ങളിലും മഴയുണ്ട് ഇപ്പൊ അത്യാവശ്യം അല്ലെ? മഴ വരുമ്പോ റേഞ്ചിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. കുഴപ്പമില്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ക്ലാസ്സിൽ വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ദെൻ കാണിച്ചില്ലേ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് വൺ നോക്കാം. ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ പേഷ്യന്റിനെ ക്രമീകരിക്കുന്നതാണ്. നോക്കാം, അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സുകളാണ്. പോയിന്റ്സുകൾ വായിക്കാം. ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ. ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ. നഴ്സസ് സ്റ്റേഷൻ ഒക്കെ ക്രമീകരിക്കുക. നഴ്സസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് അറിയാമോ? നഴ്സ് സ്റ്റേഷൻ അതായത് നമ്മള് വാർഡിൽ കിടക്കുമ്പോൾ, ഇപ്പൊ വാർഡിൽ നിങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നഴ്സുമാർ ഇരിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടാവും അല്ലെ? നഴ്സുമാരുടെ റൂം അല്ലെ? അവിടെ പോയിട്ടാണ് നമ്മള് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതും അല്ലെ? അവിടെയാണ് നമ്മൾ എല്ലാ വാർഡിലും അഡ്മിറ്റ് ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളോ മെഡിസിന്റെ കാര്യങ്ങളോ എന്തെങ്കിലും ചോദിക്കുന്നത് അവിടെ പോയിട്ടാണ്, നഴ്സിംഗ് സ്റ്റേഷൻ. അപ്പൊ അതൊക്കെ ഒന്ന് ക്രമീകരിക്കുക. റൂം ബൗണ്ടറീസ്, അതായത് റൂമിന്റെ ബൗണ്ടറീസ് ഒക്കെ തിരിക്കുകയാണ്. ഇപ്പൊ വാർഡിനുള്ളിലാണെങ്കിലും ഒരു പേഷ്യന്റിന് ഇത്ര സ്പേസും കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടുക. ദെൻ ക്ലോത്ത് സ്റ്റോറേജ്, ആവശ്യമായിട്ടുള്ള തുണികൾ ഇതൊക്കെ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുകയാണ്. അതായത് ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പൊ ബെഡില് ബെഡ്ഷീറ്റ്, പില്ലോ കവർ അല്ലെ, അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക. ദെൻ കോൾ ലൈറ്റ്. ഇനി കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലിലെ കോൾ ലൈറ്റ്, നഴ്സുമാരെ വിളിക്കാനായിട്ടുള്ളത് അല്ലെ? പേഷ്യന്റിന് പെട്ടെന്ന് ഒരു ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് നഴ്സുമാരെ വിളിക്കാനായിട്ടുള്ളതാണ് കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ബട്ടൺ നമ്മൾ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ നഴ്സുമാർ നമുക്ക് ഹെൽപ്പിന് വേണ്ടി വരുന്നു. ദെൻ ബെഡ് കൺട്രോൾസ്. ബെഡ് കൺട്രോൾസ് അതായത് ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹൈറ്റ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള കൺട്രോൾസുകൾ. ദെൻ ലൈറ്റ് സ്വിച്ചസ്. ഇപ്പൊ ഒരു മാസ്റ്റർ ലൈറ്റ് പോലെ ലൈറ്റുകൾ മീൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. സോ അങ്ങനെയുള്ള ലൈറ്റ് സ്വിച്ചസ്. ടെലിഫോൺ പോളിസി. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ റൂമില് ടെലിഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൊക്കെ ആണെന്ന് തോന്നുന്നു, ഓരോ റൂമിലൊക്കെ
ടെലിഫോൺ ഒക്കെ വെച്ചിട്ടുണ്ടാകും. ദെൻ ടി വി കൺട്രോൾസ്, ടി വി ഉണ്ടാകും. ടി വി ഉണ്ടാവില്ലേ റൂമുകളില്? ഇത്തിരി എന്താ പറയാ റേറ്റ് കൂടുന്നുള്ളൂ, പക്ഷെ ടിവിയും പറഞ്ഞ പോലെ ഫോണും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. റേറ്റ് കൂടില്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ? അത്യാവശ്യം നല്ലൊരു റൂമൊക്കെയാണ്, റൂമിൽ ടി വി ഉണ്ട് അല്ലെങ്കിൽ ടെലിഫോൺ ഉണ്ട്, എല്ലാ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ബില്ലും നല്ല രീതിയിൽ ഉണ്ടാകോ? ഇത്രയും ഫെസിലിറ്റി നമുക്ക് ചുമ്മാ തരുന്നതാണോ? ബില്ല് ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ ബില്ല് ഉണ്ടാവും അല്ലേ? ദെൻ മീൽ ടൈംസ്, അതായത് ഭക്ഷണത്തിന്റെ ഒരു ടൈമും കാര്യങ്ങളും. വിസിറ്റിംഗ് അവേഴ്സ്, പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാനായിട്ട് വേണ്ട വിസിറ്റിംഗ് അവേഴ്സുകൾ. ദെൻ ഡയറ്റ്, ചില പേഷ്യൻസിന് ഡയറ്റ് ചാർട്ട് ഒക്കെ ഉണ്ടാകും അത്. പിന്നെ സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ്. എന്താ സൈഡ് റെയിൽസ് അറിയോ? സൈഡ് റെയിൽസ് എന്താണെന്ന് കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റുമല്ലോ. ഇല്ല, ആർക്കും അറിയില്ല. ബെഡിന്റെ സൈഡിലേക്ക് സംഭവം അത് തന്നെ ലക്ഷ്മി മോഹൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ബെഡിന്റെ സൈഡിലേക്ക് ഇല്ല പോലത്തെ സംഭവം വീഴാതിരിക്കാനായിട്ടുള്ള നമ്മളൊരു എന്താ പറയാ ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെക്കില്ലേ ഹോസ്പിറ്റലിലെ ബെഡിലൊക്കെ കണ്ടിടാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് മാറ്റി താഴത്തേക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്കത് കവർ ചെയ്ത് വെക്കാം. മനസ്സിലായോ? ബെഡ് റെയിൽസ്, സൈഡ് റെയിൽ എന്താണെന്ന്? അത് വീഴാതിരിക്കാൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊച്ചു കുഞ്ഞു കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഓൾറെഡി ബെഡ് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്യും. വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സൈഡ് റെയിൽ വീഴാതിരിക്കാനായിട്ട്, ഇപ്പൊ ഉറങ്ങിക്കിടക്കെ ആണെങ്കിൽ താഴത്തോട്ടൊക്കെ വീഴാതിരിക്കാനും, അതുപോലെ പേഷ്യൻസ് ഒക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡില് ആ കട്ടിലിന്റെ സൈഡിൽ ഗ്രില്ല് പോലെ വെച്ചിട്ട് അടിച്ചിട്ടുള്ളത്. അപ്പൊ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് താഴ്ത്തിയിടാം. ഓക്കെ, അപ്പൊ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്, ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്നതിന്റെ ടൈമും കാര്യങ്ങളും. വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ് അല്ലെ? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? പേഷ്യന്റിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളൊക്കെ നേരത്തെ എഴുതിയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്രയുമാണ് ഓറിയന്റ് പേഷ്യൻസിൽ വരുന്ന പോയിന്റ്സുകൾ. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ജസ്റ്റ് ആ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്താണെന്നുള്ളതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ആ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അതുപോലെ തന്നെ പഠിച്ചാൽ മതി. Location of nurse station, room boundaries, cloth storage, cold light, bed control, light switches, telephone policy, TV controls, and meal times, visiting hours, diet, safety measures, side rails, time for doctors visit, what tests are scheduled. Okay, പെട്ടെന്ന് വായിച്ചു നോക്കി മൂന്നാമത്തെ ഓറിയന്റ് പേഷ്യന്റ്. റൂം ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ റൂമിന്റെ അതിരുകളൊക്കെ തിരിക്കാന്ന് പറയൂലേ. ഇപ്പൊ ഓരോ പേഷ്യന്റിന് അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോ വാർഡ് അല്ലാതെ തന്നെ ഒരു ഷെയറിംഗ് റൂം കണ്ടിട്ടുണ്ടോ? ഒരു വലിയ റൂം ആയിരിക്കും. അപ്പൊ അവിടെ 2 പേഷ്യന്റ് കിടക്കുന്നുണ്ടാവും. കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? വാർഡല്ല, അല്ലാതെ തന്നെ ഒരു വലിയ റൂമാണ്, ഷെയറിംഗ് റൂം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ഒറ്റൊരു വലിയ ഇതില്ലാത്ത 2 പേഷ്യന്റ് അപ്പൊ നടുക്കൊരു കർട്ടനും ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ബൗണ്ടറീസ് പോലെയൊക്കെ തിരിക്കാണ്. ഓക്കെ, ദെൻ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ക്ലോത്തുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ ഉണ്ടല്ലോ പേഷ്യൻസിന് കൊടുക്കുന്ന ക്ലോത്തുകൾ. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് പേഷ്യൻസിന് ഒരു വയ്യാണ്ട് കിടക്കുന്ന ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നഴ്സിന് ആൾക്ക് നീറ്റി പോയി വിളിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ വന്നു, കൂടെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് പെട്ടെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾക്ക് ഹോസ്പിറ്റൽ റൂമിൽ ഒരു സ്വിച്ച് ഉണ്ടാകും. സോ അതിനകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നേഴ്സ് പെട്ടെന്ന് വന്ന് ട്രീറ്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നു. നമ്മൾ സൈറം പോലെയൊക്കെ, നമ്മൾ ഹോണിംഗ് ബെൽ പോലെയൊക്കെ പിടിപ്പിക്കില്ലേ, ബെല്ല് പോലെയൊക്കെ. അതായത് റൂമിൽ സ്വിച്ച് ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്വിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നേഴ്സിന് അറിയാൻ പറ്റും, നേഴ്സ് അപ്പൊ തന്നെ റൂമിലേക്ക് വരുന്നു. ഓക്കെ, അതാണ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ. ബെഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ബെഡ് പേഷ്യന്റിനനുസരിച്ചിട്ടുള്ള ഹൈറ്റിലൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെക്കാറ്.
നെക്സ്റ്റ് നോക്കാം, ഗ്യാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു. ഇനി എന്തൊക്കെ വിവരങ്ങളാണ് നമ്മൾ ശേഖരിക്കേണ്ടത്? പേഷ്യൻസിന്റെ എന്തൊക്കെ വിവരങ്ങളാണ് നഴ്സുമാര് ശേഖരിക്കേണ്ടത് നോക്കാം. മെഡിക്കൽ ഓർഡേഴ്സ്, അതായത് ഇതുപോലെ ടെസ്റ്റുകളും എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ ഓർഡറുകൾ നോക്കുക. ട്രീറ്റ്മെന്റ്, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങള്, ലാബ് റിസൾട്ട്, ടെസ്റ്റ്, ഡയറ്റ് ആൻഡ് ആക്ടിവിറ്റി. മെഡിക്കൽ ഓർഡേഴ്സ് എന്തൊക്കെയാണ്? ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങള്, ലാബ് റിസൾട്ട്, ലബോറട്ടറിയിലുള്ള റിസൾട്ടുകൾ, ഇനി മറ്റെന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ, ഡയറ്റ്. ഇപ്പൊ ചില പേഷ്യൻസുകൾക്ക് ഡയറ്റ് പ്ലാൻ ഉണ്ടാവും. സോ ആ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് അവരിൽ നിന്ന് വാങ്ങിക്കുക. മറ്റു പ്രവർത്തനങ്ങൾ. ഇത്രയുമാണ് ഇൻഫോർമേഷൻസ് റിലേറ്റഡ് ടു എന്തുമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്, പേഷ്യൻസിൽ നിന്നും നഴ്സുമാരൊക്കെ കളക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ആ പോയിന്റ്സ് മാത്രം ഒന്ന് വായിച്ചു നോക്കാനുള്ളൂ കേട്ടോ. നാലാമത്തത് നെക്സ്റ്റ് നോക്കാം, പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിനെ നമ്മൾ ഫസ്റ്റ് ടൈം ഒബ്സർവേഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. പ്രിലിമിനറി ഒബ്സർവേഷൻ നോക്കാം. The first few moments with a patient, facial expression will denote his emotional reactions and presence of pain and fatigue. അല്ലേ, നമുക്ക് ഒരു ഫസ്റ്റ് മൊമെന്റ്സിൽ, ഒരു ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സിൽ ഒരു പേഷ്യന്റിനെ ഒരു ഡോക്ടർ നോക്കിയാണ്, അല്ലെങ്കിൽ ഒരു നേഴ്സ് ഒരു പേഷ്യന്റിനെ ഒരു ആദ്യത്തെ ഒരൊറ്റ നോട്ടത്തിൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ആ ഒരു ഫ്യൂ മൊമെന്റ്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫേഷ്യൽ എക്സ്പ്രഷൻ, ആ പേഷ്യന്റിന്റെ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ്, അവന്റെ എന്താണ് മുഖഭാവങ്ങൾ എന്ന് പറയും. പറയാം, ഫാക്ടിക്ക് പറയാം കേട്ടോ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ മുഖത്തെ ഭാവങ്ങൾ, ഫേഷ്യൽ എക്സ്പ്രഷൻ will denote his emotional reaction. അവന്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പ്രസൻസ് ഓഫ് പെയിൻ, അവന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ഫാറ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഭയങ്കര ക്ഷീണമുണ്ടോ, അവന് തളർച്ചയുണ്ടോ, അതൊക്കെ നമുക്ക് അവന്റെ മുഖഭാവത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നു. ഇല്ലേ, അറിയാൻ പറ്റില്ലേ? ഇപ്പൊ അതൊരു എന്താ പറയാ, പേഷ്യന്റ് ആണെന്ന് തന്നെ ഇല്ല, നമുക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ വർക്ക് ചെയ്തു നിങ്ങളുടെ അല്ലെ, അപ്പൊ നിങ്ങൾക്ക് ഫേഷ്യൽ മുഖഭാവം മനസ്സിലാകും. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വയ്യായ്മ ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? നോർമൽ എപ്പോഴും ആളിരിക്കുന്നത് പോലെയല്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണം കാണിക്കുന്നു, മുഖത്ത് ഭയങ്കര എന്താ പറയാ ഒരു ഫേഷ്യൽ നമുക്ക് തോന്നും അല്ലെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ തലവേദനയുണ്ടോ, അല്ലെങ്കിൽ തല ഇറങ്ങുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കാറുണ്ട് ഇല്ലേ. അപ്പോൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഫ്യൂ മൊമെന്റ്സിൽ പേഷ്യന്റിനെ നോക്കുമ്പോൾ തന്നെ പേഷ്യന്റിന്റെ മുഖത്തെ എക്സ്പ്രഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ടോ, അല്ലെങ്കിൽ ക്ഷീണമുണ്ടോ, തളർച്ചയുണ്ടോ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അല്ലേ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കറിയാം, ഡോക്ടറെ കാണാനായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ചിലപ്പോൾ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും. ഔഷധമായിട്ട് ചിലപ്പോൾ അവർ അവിടെയുള്ള ബെഞ്ച് എന്തെങ്കിലും ബെഞ്ചെന്നൊക്കെ ഇടയ്ക്കായിരിക്കും ഇല്ലേ, കാണാറില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ? കാണാറില്ലേ ചില പേഷ്യൻസെ ഒത്തിരി നേരം നിൽക്കാനായിട്ട് അതിനുള്ള ഒരു പനിയൊക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ തലകറക്കമുള്ള ഒരു പേഷ്യന്റ് ആയിരിക്കാം, ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്തതും അങ്ങനെ. അപ്പൊ നമുക്ക് അതിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവർ എത്രത്തോളം അവർക്ക് പെയിനുണ്ട്, അല്ലെങ്കിൽ ക്ഷീണം അനുഭവിക്കുന്നുണ്ട് അല്ലെ. കാണാറുണ്ട് അല്ലെ. രണ്ടാമതായിട്ട് പറയുന്നത് any discoloration of skin such as jaundice, cyanosis and facial paralysis should be noted. Underline ചെയ്യണോട്ടോ മൂന്നെണ്ണം. ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ, ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഫേസ് എക്സ്പ്രഷനിലൂടെ നമുക്ക് പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിന്. ചില അസുഖങ്ങൾ ചിലരുടെ ഫേസിലുള്ള ആ ഒരു നമ്മുടെ സ്കിന്നിന്റെ കളറിലെ ഫേസിൽ നമ്മുടെ സ്കിന്നിന്റെ കളറിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് നോക്കാം. ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. അണ്ടർലൈൻ ചെയ്യണേ. ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിന് എക്സാമ്പിൾ ആണ് ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലൈസിസ്. അപ്പൊ ഇവ മൂന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഒറ്റയ്ക്ക് ആളെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോണ്ടിസ്, എന്താ ജോണ്ടിസ് എന്ന് പറഞ്ഞാലോ? ജോണ്ടിസ് കേട്ടിട്ടുണ്ടോ? ജോണ്ടിസ് എന്താ അസുഖമാണ്? ആദ്യമായിട്ട് കേൾക്കണോ? കേട്ടിട്ടില്ല. ഓക്കെ, കേൾക്കുമ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം വന്ന ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുമോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെയാ തിരിച്ചറിയുന്നത് മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത്?
ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും, ഫേസിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണിന് നല്ലൊരു മഞ്ഞ. ടെസ്റ്റ് ഓക്കെ, ടെസ്റ്റ് ചെയ്യാതെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾക്ക് ഒരാളെ കാണുമ്പോ അത് ആൾക്ക് മഞ്ഞപ്പിത്തമാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നെയിൽസിലൊക്കെ ഒരു മഞ്ഞ കളർ ഉണ്ടാകും, അതുപോലെ കണ്ണ് നല്ല രീതിയിൽ മഞ്ഞപ്പിട്ടാകും. ദെൻ ഫേഷ്യലും ഫേസ് കാര്യങ്ങളൊക്കെ ഒരു മഞ്ഞ കളർ തോന്നും. കാരണം ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ദെൻ സൈനോസിസ്. എന്താ സൈനോസിസ്? അതും ഒരു തരം രോഗമാണ്. രോഗം മീൻസ് സൈനോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരു അവസ്ഥയാണ്. ബ്ലഡിലെ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥ. യെസ്, ബ്ലൂ കളറാണ്. അതായത് നമ്മൾ എന്തെങ്കിലും വിഷമൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലൂ കളർ ആവും അല്ലെ? അപ്പൊ അതുപോലെ നമ്മുടെ രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുമ്പോൾ വരുന്ന വ്യത്യാസമാണ്. നമ്മുടെ കൈകളും കാലുകളൊക്കെ ഒരു നീല കളറായി മാറും. എന്താ പറയാ, നീല കളറായിട്ട് മാറുന്ന ഒരു അവസ്ഥ. അപ്പോ അങ്ങനെ വരുമ്പോൾ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും പേഷ്യന്റിന്, അല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാവും, തളർച്ച ഉണ്ടാകും, ശ്വസന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അപസ്മാരം, അങ്ങനെയുള്ള ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത് സൈനോസിസിന്. ഓക്കെ, നീല നിറമായിട്ട് മാറുന്നത് കേട്ടോ. മൂന്നാമത് പറയുന്നത് ഫേഷ്യൽ പാരലിസിസ്. എന്താ ഫേഷ്യൽ പാരലിസിസ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്കറിയാം. എന്താ ഫേഷ്യൽ പാരലിസിസ് എന്ന് പറഞ്ഞാൽ? ഫേഷ്യൽ പാൾസി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. ഫേഷ്യൽ പാൾസി, സ്ട്രോക്ക്, നമ്മൾ എന്താ പറയാ മലയാളത്തിൽ പറയണെങ്കിൽ പക്ഷാഘാതം കേട്ടിട്ടുണ്ടോ? പരിപാടിത്തന്നല്ല, പക്ഷാഘാതം കേട്ടിട്ടുണ്ടോ? അതായത് ഒരു സൈഡിലോട്ട് സെറിബ്രൽ പ്ലാസ്റ്റിയൊക്കെ പോലെ തന്നെ. അതായത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മുഖം കൂടിപ്പോവുക. നമ്മുടെ അതായത് മെയിനായിട്ട് അവിടെ പറയുന്നത് നമ്മുടെ മുഖത്തെ പേശികൾ, നമ്മുടെ ഫേസിൽ ഒത്തിരി പേശികളുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കാനും നമുക്ക് ചിരിക്കാനും ഇതൊക്കെ നമ്മൾക്ക് ഓരോ മുഖത്തിലെ പേശികളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ ഫേസിലുള്ള പേശികൾക്ക് ക്ഷതമേൽക്കുക, പേശി വർക്ക് ചെയ്യാതിരിക്കുന്നതാണ് ഈ ഫേഷ്യൽ പാരലിസിസ് എന്ന് പറയുന്നത്. അതാണ് ചില ആളുകൾ നമ്മൾ പറയും മുഖം ഒരു സൈഡിലോട്ട് കോടിപ്പോകുക അങ്ങനെയൊക്കെ പറയും. കാരണം എല്ലാ നാടുകളോടും വർക്ക് ചെയ്യണില്ല, പേശികൾ വർക്ക് ചെയ്യണില്ല. ഇപ്പൊ ചിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോഴും ഇതൊക്കെ നമ്മുടെ ഫേസിൽ ഒത്തിരി മസിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അറിയോ? നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ സംസാരിക്കുമ്പോഴും അല്ലെ? ആക്ടർ ആക്ടർ മനോജിന് വന്നത്. ആക്ടർ മനോജിന് വന്നതാണ്. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഫേസ്ബുക്കിലും മറ്റൊക്കെ നമ്മൾ വായിച്ച് കണ്ടായിരുന്നു അല്ലെ? ആൾക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്. അതായത് നമ്മുടെ ഫേസിലുള്ള ഒരു എന്താ പറയാ നാടികളുണ്ടല്ലോ ഒരുപാട്, അതിന് ക്ഷതമേൽക്കുമ്പോ അല്ലെങ്കിൽ ആ നാടി വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ഇതുപോലെ ചിലപ്പോ ഒരു സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു സൈഡിൽ നാടിക്ക് വർക്കിംഗ് ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരു സൈഡിലോട്ടൊക്കെ ആയി പോവുക, സംസാരിക്കാൻ പറ്റാതെ വരും, ചിരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരിക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് ഒരാൾക്ക് ഇങ്ങനെയുണ്ടെന്ന് നമുക്ക് ആളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാക്കാൻ പറ്റില്ലേ? നോർമൽ ഒരു വ്യക്തി സംസാരിക്കുന്നതും ചിരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട് അവിടെ ഇല്ലേ? യെസ്. അപ്പോ 3 എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നിന്, ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ, 3 ഷുഡ് ബി നോട്ടഡ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് മഞ്ഞപ്പിത്തമുള്ളവർ മഞ്ഞ നിറമാകുന്നതും അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സൈനോസിസ് ഒക്കെ ആണെങ്കിൽ നീല നിറമായിട്ട് വരുന്ന ഒരു അവസ്ഥ. ദെൻ ഫേഷ്യൽ പാരലിസിസ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ഫേസ് കൂടി പോകുന്നത്, ഇതൊക്കെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഇതൊക്കെയാണ് പ്രിലിമിനറി ആയിട്ടുള്ള ഒബ്സർവേഷൻ. നമുക്കൊരു പേഷ്യന്റിനെ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ ആ 2 പോയിന്റ്സും? പ്രിലിമിനറി ഒബ്സർവേഷൻ ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, പുതിയ അസുഖങ്ങളുടെ പേരൊക്കെ നമ്മൾ പഠിച്ചിട്ടോ. ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ്. മറന്നു പോകുമോ? ഇനി മറ്റുള്ളവരോട് നിങ്ങൾക്ക് പറയാം ഇങ്ങനെയുണ്ട് അല്ലെ അസുഖം, സൈനോസിസ്, ജോണ്ടിസ്, ഫേഷ്യൽ പാരലിസിസ്. ഓക്കെ, ദെൻ വായിച്ച് നോക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ് നമുക്ക്. ഡിസ്കളറേഷൻ ഓഫ് സ്കിന്നില്, ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ. ഇത് 3 കേട്ടോ ഈ പ്രിലിമിനറിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്.
ഫാറ്റിക് എന്ന് വെച്ചാൽ ക്ഷീണം, ഭയങ്കരമായിട്ട് അവശ്യ നിലയിലാവുക എന്നൊക്കെ പറയില്ലേ. Okay, complete ചെയ്തോ preliminary observation of patient. Okay, then next one നോക്കാം charting. Charting എന്ന് വെച്ചാൽ പേഷ്യന്റ് നേഴ്സ് ഹോസ്പിറ്റൽ നഴ്സുമാർ സോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ സോർട്ട് ചെയ്യേണ്ടത് നോക്കാം. Record all the basic information in the patient's record. പേഷ്യൻസിന്റെ റെക്കോർഡില് പേഷ്യൻസിന്റെ അടിസ്ഥാന വിവരങ്ങൾ റെക്കോർഡ് രേഖപ്പെടുത്തുക. എന്തൊക്കെയാണെന്ന് നോക്കാം. Clearly mention admission date, time, patient's detail, complaints of the clients, any allergies and patient's mental status. പേഷ്യന്റിന്റെ റെക്കോർഡില് പേഷ്യന്റിന്റെ അടിസ്ഥാന വിവരങ്ങൾ റെക്കോർഡ് ചെയ്യണം. എന്തൊക്കെയാണ് അടിസ്ഥാന വിവരങ്ങൾ എന്നാണ് പറയുന്നത്. അഡ്മിഷൻ ഡേറ്റ്, അഡ്മിറ്റ് ആയിട്ടുള്ള ഡേറ്റ് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യാം. ദെൻ ടൈം, അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ, പേഴ്സണൽ ആയിട്ടുള്ളത് അഡ്രസ്സും ഏജ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ റെക്കോർഡ് ചെയ്യാം. കംപ്ലൈന്റ്സ് ഓഫ് ക്ലയൻസ്, ഇനി പേഷ്യന്റ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും അതിനകത്ത് രേഖപ്പെടുത്തണം. ഇനി അലർജീസ്, അതായത് ചില മെഡിസിന് ചിലവർക്ക് അലർജി ഒക്കെ ഉണ്ടാകും, നിങ്ങളിൽ തന്നെയൊക്കെ ഉണ്ടാവും ചില മെഡിസിനോട് അലർജി ഉള്ളവര്. ആ മെഡിസിൻ കഴിച്ചാൽ എന്തെങ്കിലും ശാരീരികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്, ആക്ച്വലി ഇപ്പോ ആള് ഓക്കെ ആണോ, എന്താണോ മെന്റൽ സ്റ്റാറ്റസ് അതും കൂടി രേഖപ്പെടുത്തുക. റെക്കോർഡ്സ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ, MLC, മെഡിക്കൽ ലീഗൽ കേസ് അണ്ടർലൈൻ ചെയ്യാട്ടോ. MLC ഫുൾ ഫോം മെഡിക്കൽ ലീഗൽ കേസ്. എന്താണ് മെഡിക്കൽ ലീഗൽ കേസ്, കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും എക്സാമ്പിൾ പറയാമോ? അതായത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന കേസുകളാണ് ഹോസ്പിറ്റലിൽ വരുന്ന. ഇപ്പോൾ ചില കേസുകളാണെങ്കിൽ അവിടെ പോലീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ. ആക്സിഡന്റ് പറയാം. വേറെ എന്തെങ്കിലും എക്സാമ്പിൾ? ആക്സിഡന്റ് മാത്രമാണോ? സൂയിസൈഡ് കേസുകൾ, ആത്മഹത്യ കേസുകളൊക്കെ വരുമ്പോൾ അത് കേസാണ് അല്ലെ. സൂയിസൈഡ് കേസുകള്, ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകള്, റേപ്പ് അല്ലെ. ഓക്കെ, എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അതായത് ലീഗൽ ആയിട്ട് ഇടപെടുന്ന കേസുകൾ. ദെൻ അപ്ഡേറ്റ് വാർഡ് സെൽസ് ആൻഡ് നഴ്സസ് നോഡ്. വാർഡ് സെൽസ് അപ്ഡേറ്റ് ചെയ്യാണ്. വാർഡ് സെൽസ് എന്ന് വെച്ചാൽ ആ ഒരു വാർഡിലേക്ക് ഇപ്പൊ ഒരു മാസത്തിലാണെങ്കിൽ എത്ര പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, എത്ര പേഷ്യൻസ് അഡ്മിറ്റ് ആയി, അങ്ങനെയുള്ള ആ ഒരു കണക്കും കാര്യങ്ങളും. ദെൻ നഴ്സസ് നോഡ്. ഇത്രയും കാര്യങ്ങളെല്ലാം അഡ്മിഷൻ രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യണം എന്നല്ല. അതായത് ട്രീറ്റ്മെന്റ് ബുക്ക് നോക്കണം, റിപ്പോർട്ട് ബുക്ക് തയ്യാറാക്കാം, മെഡിക്കൽ ലീഗൽ കേസസ് എന്തെങ്കിലും അത് രജിസ്റ്റർ ചെയ്യാം. ദെൻ വാർഡ് സെൻസസ് നോക്കാം, ദെൻ നഴ്സസ് നോട്ട്സും ഇതെല്ലാം അവർ കൃത്യമായിട്ടും ചെയ്യുക. ദെൻ ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം, ശാരീരിക വിലയിരുത്തൽ. അതായത് പേഷ്യന്റിന്റെ ഫിസിക്കൽ അസസ്മെന്റ് എടുക്കാണ്. വെയിറ്റ്, ഹൈറ്റ്, ബാക്കിയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി അസസ്മെന്റ് ചെയ്യണം. പേഷ്യൻസ് കംഫോർട്ട്, പേഷ്യൻസിന്റെ കംഫോർട്ട് ആയിട്ട് എടുക്കുക. പേഷ്യൻസ് എപ്പോഴും കംഫോർട്ട് ആയിരിക്കണം. കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ്, ഡാറ്റാബേസിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് നമ്മള് ഡാറ്റ തയ്യാറാക്കാനും പറ്റും. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ദ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. അതായത് ഇപ്പോ എന്താണ് ഫിസിഷ്യന്റെ ഓർഡറുകൾ, ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡറുകൾ സ്വീകരിക്കാം. ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യാനും എക്സസൈസോ അല്ലെങ്കിൽ ഫുഡ് ചാർട്ട് ഒക്കെ തയ്യാറാക്കാനുണ്ടെങ്കിൽ
ആ ഒരു ഓർഡർ വാങ്ങിക്കാവുന്നത്. അതായത് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, അതിനനുസരിച്ച് ലാബും മറ്റു ടെസ്റ്റുകളും മെഡിക്കൽ ആക്ടിവിറ്റികളും ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടിൽ ചെയ്യുന്നത്. ഓക്കെ, വായിച്ചു നോക്കുക. അതിന്റെ പോയിന്റ്സുകളാണ് മനസ്സിലാക്കി വായിക്കാനുള്ളൂ. അവിടെ വലിയ കാര്യമായിട്ട് അത് ബൈഹാർട്ട് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ആ പോയിന്റ്സുകൾ ഒന്ന് മനസ്സിലാക്കി വായിക്കാം. നാലാമത്തതാണ് പറഞ്ഞത് ഫിസിക്കൽ അസസ്മെന്റ് നടത്താണ്. അതായത് ശാരീരികമായിട്ടുള്ള വിലയിരുത്തൽ പേഷ്യന്റിന്റെ. എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഹൈറ്റ്, വെയിറ്റ്, മറ്റ് ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ ആള് ഫിസിക്കലി ഏബിൾ ആണോ ഓക്കെ ആണോ എന്നൊക്കെ ടെസ്റ്റുകൾ നടത്തുക. മനസ്സിലാക്കി വായിക്കണം കേട്ടോ പോയിന്റ്സ്. MLC അണ്ടർലൈൻ ചെയ്യണേ, ഫുൾ ഫോം ചോദിക്കാറുണ്ട്. വായിച്ചെല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. കൺസൾട്ടന്റിന്റെ ഓർഡറുകൾ പാലിക്കണം. കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ അല്ലെ? ഡോക്ടേഴ്സിന്റെ ഓർഡറുകൾ പാലിക്കുക. ഇനി എന്തൊക്കെയാണ് പാലിക്കുന്നത്? If any tests are prescribed by the doctor, the nurse must make arrangements to carry out other procedures prescribed by the doctor if any. അതായത് ഡോക്ടർ ഇപ്പോൾ ഒരു പേഷ്യന്റിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ടെസ്റ്റുകളോ ലാബ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ സ്കാനിങ്ങോ എക്സ്റേയോ അങ്ങനെ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ the nurse must arrangements to carry out. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് നേഴ്സാണ്. മറ്റ് അതർ പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ഡോക്ടർ. ഇനി മറ്റെന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഡോക്ടർ പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും കൂടെ ഹെൽപ്പ് ചെയ്യേണ്ടത് നേഴ്സിന്റെ ചുമതലയാണെന്ന്. അത് ടെസ്റ്റുകളൊക്കെ മറ്റും അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ചുമതല നേഴ്സുമാർക്കാണ്. അടുത്ത പോയിന്റില് കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ് നോക്കാം. പേഷ്യന്റിന്റെ വാല്യുബിൾ ആയിട്ടും ക്ലോത്തിങ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. If a patient is wearing hospital dress, the patient's clothes should be handed over the relatives. അതായത് ഇപ്പോ സർജറിക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലെ പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുമ്പോൾ നോർമൽ ഡ്രസ് ഇട്ടുകൊണ്ടാണോ സർജറിക്ക് കയറ്റുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ആണോ? അല്ല, ഹോസ്പിറ്റൽ ഡ്രസ്സ് അല്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗൗൺ ഉണ്ടാവും. സോ ഈ ഹോസ്പിറ്റൽ ഡ്രസ്സിലാണ് നമ്മൾ പേഷ്യന്റിനെ പ്രവേശിപ്പിക്കുന്നത്. സോ പേഷ്യന്റ് വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് പേഷ്യന്റിനെ പുറത്ത് നിൽക്കുന്ന റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, ഇനി ഇപ്പോ റിലേറ്റീവ്സ് അവിടെ ഇല്ല എങ്കിൽ clothing is numbered, labeled and kept in store until such time it is handed over to relatives. ഇപ്പൊ ഒരു പെട്ടെന്നുള്ള ഒരു എമർജൻസി കേസ്, ഒരു ആക്സിഡന്റ് കേസ് വന്നുകൊണ്ടിരിക്കട്ടെ. സോ പെട്ടെന്ന് സർജറിക്കോ അങ്ങനെ പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആളെ നമ്മൾ ആ ഡ്രസ്സ് മാറ്റി ഹോസ്പിറ്റലില് സർജറിക്കുള്ള ഡ്രസ്സ് ഇടിച്ചു. പുറത്ത് റിലേറ്റീവ്സ് ഇല്ല എങ്കിൽ ആ ഡ്രസ്സ് എന്ത് ചെയ്യാം, അവിടെ തന്നെ ഒരു നമ്പർ ക്ലോത്തിങ്ങിൽ ഒരു നമ്പറൊക്കെ എഴുതി കവർ ചെയ്തിട്ട് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റോറിൽ തന്നെ സൂക്ഷിക്കുക. റിലേറ്റീവ്സ് വരുമ്പോൾ എന്ത് ചെയ്യാം, ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം. Then encourage the client to send jewelry, money and other valuables such as watches to home with relatives. ഇനി പേഷ്യന്റിന് എന്തെങ്കിലും ഇപ്പോ നമുക്കറിയാലോ, ഇപ്പോ സ്വർണ്ണ ആഭരണങ്ങളോ ജ്വല്ലറിയോ അല്ലെങ്കിൽ ഇപ്പൊ പേഴ്സോ മറ്റു വാച്ചോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന് കൊടുത്തേൽപ്പിക്കുന്നു. Make him understand if he keeps something with himself, it is at his own risk. ഇനി
റിലേറ്റീവ്സിനെ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല. ആള് കയ്യിൽ മീൻസ് ആ പേഷ്യന്റിന്റെ കയ്യിൽ വാച്ചും ഇങ്ങനെയുള്ള ഇവിടെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ തന്നെ റിസ്ക് ആണെന്ന്, ഹോസ്പിറ്റലിന്റെ അല്ല പേഷ്യൻസിന്റെ തന്നെ റിസ്ക് ആണെന്ന്. ചിലർ ചിലപ്പോൾ കൊടുത്ത് ഇട്ടിട്ടുണ്ടാവില്ല, അവരത് തന്നെ ഇട്ടിട്ടായിരിക്കും. ഇപ്പൊ സർജറി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് പേഷ്യന്റിന്റെ ആഭരണങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെങ്കിലും ഒന്നും തന്നെ നമ്മളെല്ലാം ആഭരണങ്ങളും എല്ലാം പുറത്ത് റിലേറ്റീവ്സിനെ ഏൽപ്പിക്കും. ഇനി കേസ് റിലേറ്റീവ് ആളുടെ പേഷ്യന്റിന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ തന്നെ സ്വയം റിസ്ക് ആണെന്ന്, എന്തെങ്കിലും കളഞ്ഞു പോയാലും മറ്റും ഹോസ്പിറ്റല് ഉത്തരവാദികളല്ല. ഓക്കെ, നോർമൽ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അല്ലെ, കുറെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് വായിച്ചു നോക്കി, ലാസ്റ്റ് ആ ഒരു സെക്ഷൻ വായിക്കുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ഇനി നെക്സ്റ്റ് വരുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, പെട്ടെന്ന് കഴിഞ്ഞ ചാപ്റ്റർ അല്ലെ? ആണോ? കുഞ്ഞു ചാപ്റ്റർ ആണ്. പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഈ ചാപ്റ്റർ? നല്ല എളുപ്പമല്ലേ? എളുപ്പമാണോ? എളുപ്പമില്ലാന്നോ? ഓക്കെ, ഇതാണ് ചെറിയൊരു ചാപ്റ്റർ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്മിഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. ഓക്കെ, എല്ലാവർക്കും ചാപ്റ്റർ കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എടുത്ത് അത്രയും ഓക്കെയാണോ എല്ലാവരും? ക്ലിയർ ആണോ? ഉറങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടോ കൂട്ടത്തില്? ഉറങ്ങിയ ആൾക്കാരൊക്കെ എണീറ്റോളൂ കേട്ടോ. ഉറങ്ങിയിട്ടുണ്ടോ ആരെങ്കിലും? എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. ഉണ്ട്. Thank you. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Thank you, ma'am.